ഇത് ആലുവ ചുണങ്ങംവേലി കഴിഞ്ഞാൽ ചൂണ്ടി ജംഗ്ഷനിലേക്ക് എത്തുന്ന ഭാഗമാണ്. ഇന്നലെ എനിക്ക് പെട്ടെന്ന് വയ്യാതെയായി. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മകൻ കാറെടുത്ത് എന്നെ വണ്ടി കയറ്റി വന്നു. പക്ഷേ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ എത്താനായിട്ട് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. വണ്ടികൾക്കൊന്നും മാറ്റിത്തരാനും പറ്റുന്നില്ല. വണ്ടി ഇങ്ങനെ എന്നും ഒരു ദിവസമൊന്നുമല്ല, എല്ലാ ദിവസവും ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഈ ബ്ലോക്കാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ അയാളൊന്ന് ആശുപത്രിയിൽ എത്തണമെങ്കിൽ സാധാരണ വണ്ടിയിൽ കൊണ്ടുവരികയാണെങ്കിൽ അയാൾക്ക് കടന്നു പോകാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. ആംബുലൻസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഓണടിച്ച് ചീറിപ്പാഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടി പോയിക്കണം. എല്ലാവർക്കും ആംബുലൻസ് വിളിച്ച് പായാൻ പറ്റില്ലല്ലോ. വീട്ടിൽ നിന്ന് പെട്ടെന്നൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ കാറിൽ കയറ്റിയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നേരെ വണ്ടിയിൽ കയറ്റി അങ്ങോട്ട് പാഞ്ഞ് എന്തിനു പറയുന്നത്, ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്കും പകുതി ജീവൻ പോയി. ഈ ചൂണ്ടി എന്ന് പറയുന്ന ജംഗ്ഷൻ 3 വഴികളായി തിരിഞ്ഞിറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ 2 വഴികളാണ് ഉള്ളതെങ്കിലും 3 വഴികളാണ്. അവിടെ നിന്ന് വരുന്ന വണ്ടികൾ എതിരെ മറ്റ് ആ സൈഡിലൂടെ പോകുന്ന വണ്ടിയെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ആകുന്നുണ്ട്. അതുപോലെ പൂക്കാട്ടുപടി ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ ഇപ്പുറത്തെ റോട്ടിലേക്ക് രാജഗിരിയിലേക്ക് വരാനായിട്ട് ക്രോസ് ചെയ്യുന്ന ഭാഗമുണ്ട്. അവിടെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അവിടെ ഒരു വൺ വേ സൃഷ്ടിക്കാനും പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഈ ബ്ലോക്ക് ഇനിയൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അത്യാവശ്യം 8 മണിക്കും 9 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലി സ്ഥലത്ത് എത്താൻ പോകുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് കിടന്ന് നല്ലൊരു സമയം വേസ്റ്റാവും. ഇനി ഇവിടെ നിന്ന് കടന്ന് നമ്മളുടെ ആലുവ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് എത്തിയാൽ അടുത്ത ബ്ലോക്ക് അവിടെയായി. പിന്നെ ആ ബ്ലോക്കും കടന്ന് പിന്നെ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കളമശ്ശേരിയിലെ ബ്ലോക്കായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരാൾ ജോലിക്ക് വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഓഫീസിലെത്താൻ എത്ര സമയം വേണമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരൊക്കെ ഈ സമയം വലിയൊരു വിഷയമായതുകൊണ്ട് എല്ലാവരും അമിത വേഗത്തിൽ കുത്തിക്കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാണ് ഈ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ബസ്സുകാരാണെങ്കിലും ബസ്സുകാർ കണ്ടില്ല, അവർക്കും ടൈമാണ് വിഷയം. ആ ടൈമിന് വേണ്ടിയിട്ട് അവർ കണ്ട വണ്ടികൾക്കിടയിൽ കൂടി കുത്തിക്കയറ്റി അവരും വന്ന് ഉള്ളതെല്ലാം ബ്ലോക്കാക്കും. അപ്പം ഇങ്ങനെ നമ്മുടെ നാട് ഇത്ര പുരോഗമിച്ചാലും ശരിക്കും നമ്മുടെ വികസനങ്ങൾ വേണ്ടത് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ്. പക്ഷെ അതിനൊന്നും ശ്രദ്ധ ആരും കൊടുക്കുന്നില്ല, ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം.